നമസ്കാരം. JC കമ്മ്യൂണിറ്റിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് വെറുമൊരു കഥയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിനെയും ബിസിനസ്സിനെയും എന്നേക്കുമായും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ മഹാരഹസ്യമാണ്. വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1956 അമേരിക്കയിൽ ഒരു ശബ്ദ സന്ദേശം പുറത്തിറങ്ങി. ഏർലി നൈറ്റിംഗേലിൻ്റെ ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്നാണ് അതിൻ്റെ പേര്. ലക്ഷക്കണക്കിന് ആളുകൾ അത് കേട്ടു. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. എന്തായിരുന്നു ആ രഹസ്യം? ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ ഒരു ഫ്രീഡം ലൈഫ് സ്റ്റൈൽ സ്വപ്നം കാണുന്ന നമുക്ക് ആ ഒരു സന്ദേശത്തിനെ എങ്ങനെ പ്രയോഗിക്കാം എന്നതാണ്. ആ സന്ദേശം എങ്ങനെ പ്രയോഗിക്കാം? നമ്മുടെ ഇടയിലുള്ള ആയുർവേദ ഡോക്ടർമാർ, ആയുർവേദ സംരംഭകർ, ക്രിയേറ്റേഴ്സ്, മാനുഫാക്ചേഴ്സ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഒരേ സാഹചര്യത്തിൽ തുടങ്ങുന്ന 100 പേര് 5 പേർ മാത്രം വലിയ സ്വപ്നങ്ങൾ വിജയങ്ങൾ നേടുകയും ബാക്കി 95 പേര് സാധാരണക്കാരായി ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ? അതോ ഭാഗ്യമില്ലാത്തത് കൊണ്ടാണോ? അല്ല, അവിടെയാണ് ഈ ഒരു വിചിത്രമായ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. വിജയം എന്നാൽ എന്താണ്? പലരും കരുതുന്നത് പണം സമ്പാദിക്കുന്നതാണ് വിജയം എന്നാണ്. എന്നാൽ ഏൾ മൈറ്റികൾ പറയുന്നത് മറ്റൊന്നാണ്. വിജയം എന്നത് ഉചിതമായ ഒരു ആദർശത്തിൻ്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ്. അതായത് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് ഓരോ ദിവസവും നിങ്ങൾ ചുവടുകൾ വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ നിമിഷം തന്നെ ഒരു വിജയിയാണ്. ഒരു ആയുർവേദ ഡോക്ടർ തൻ്റെ ക്ലിനിക്ക് വലിയൊരു ആശുപത്രിയാക്കി മാറ്റുമെന്ന് ഉറപ്പിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം വിജയിയാണ്. ഒരു സംരംഭകൻ തൻ്റെ സേവനം 10,000ങ്ങളിലേക്ക് എത്തിക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ അദ്ദേഹം വിജയിയാണ്. എന്നാൽ പ്രശ്നം എവിടെയാണ്? അനുരൂപത, കൺഫോമിറ്റി. ആളുകൾ ചിന്തിക്കാതെ മറ്റുള്ളവരെ അനുകരിക്കുന്നു. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു എന്ന് ചിന്തിക്കുന്ന 95% ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് കൃത്യമായ ഒരു വൈ, എന്തിന്, ശരിക്കും പറഞ്ഞാൽ ഇല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ആ ഒരു 95% പെടാനാണോ ആഗ്രഹിക്കുന്നത്? അതോ ചരിത്രം സൃഷ്ടിക്കുന്ന ആ ഒരു 5%? നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മളത് ആയിത്തീരും. വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട്. ചരിത്രത്തിലെ എല്ലാ മഹാന്മാരും, മാർക്കസ് ഔറേലിയസ് മുതൽ റാൽഫ് വാൾഡോ എമേഴ്സൺ വരെ, പല കാര്യങ്ങളിലും വിയോജിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ അവർ ഏകകണ്ഠമായി യോജിക്കുന്നു. നമ്മുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ്. നമ്മുടെ മനസ്സിനെ ഒരു ഫലഭൂയിഷ്ഠമായ കൃഷിഭൂമിയായി സങ്കല്പിക്കുക. ആ ഭൂമിക്ക് നിങ്ങൾ അതിന് എന്ത് നടന്നു എന്നതിൽ പരാതിയൊന്നുമില്ല. നിങ്ങൾ ഒരു നല്ല ധാന്യത്തിൻ്റെ വിത്ത് നട്ടാൽ ഭൂമി നിങ്ങൾക്ക് ധാന്യം നൽകും. നിങ്ങൾ മാരകമായ ഒരു വിഷച്ചെടിയുടെ വിത്താണ് നടുന്നതെങ്കിൽ ഭൂമി ഒട്ടും കുറയാതെ ആ വിഷം തന്നെ തിരികെ നൽകും. നമ്മുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ അത് ഭയം, പരാജയം, എനിക്ക് കഴിയില്ല, എനിക്ക് കഴിവില്ല, അറിയില്ല, സാഹചര്യങ്ങൾ മോശമാണ് എന്നിങ്ങനെയുള്ള വിത്തുകളാണ് പാകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം അത്തരത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ട് നിറയും എന്നതാണ് സത്യം. എന്നാൽ വിജയം, സമൃദ്ധി, സേവനം, അബണ്ടൻസ്, പോസിറ്റീവായിട്ടുള്ള വിത്തുകളാണ് നിങ്ങൾ അതിലേക്ക് നടുന്നതെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ അത് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ഇതാണ് പ്രകൃതിയുടെ നിയമം. നമ്മുടെ ഈ ഒരു ജോയ്ഫുൾ ക്രിയേറ്റേഴ്സ് ഹബിൻ്റെ JC കമ്മ്യൂണിറ്റിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ 1,00,000 ആയുർവേദ ഡോക്ടേഴ്സിന്, സംരംഭകരെ സഹായിക്കുക എന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു നിയമവും സേവനവും പ്രതിഫലവും, അതായത് ലോ ഓഫ് സർവീസ് ആൻഡ് റിവാർഡ്. ഇവിടെ പണം സമ്പാദിക്കുന്നത് വിജയത്തിൻ്റെ കാരണമല്ല, മറിച്ച് അതിൻ്റെ ഒരു ഫലമാണ്. നിങ്ങൾ എത്രത്തോളം മികച്ച രീതിയിൽ ആളുകളെ സർവീസ് കൊടുക്കുന്നുവോ, സേവിക്കുന്നുവോ, അത്രത്തോളം സമ്പത്ത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവും, ഒഴുകിയെത്തും. ഒരു ഡോക്ടർക്ക് ലഭിക്കാവുന്ന വരുമാനം അദ്ദേഹം എത്ര രോഗികൾക്ക് ആശ്വാസമായി എന്നതിനെ ആശ്രയിച്ചിരിക്കും. പലരും പണത്തിന് പിന്നാലെ ഓടും. അത് ചൂട് കിട്ടിയാൽ മാത്രം ഞാൻ വിറകിടാം എന്ന ഒരു തിയറിയിലാണ്. ഇതുപോലെ പറയുന്നത് ഒരു വലിയ വിഡിത്തമാണ്. ആദ്യം വിറകിടുക, ചൂട് തനിയെ വന്നുകൊള്ളും. അതുപോലെ ആദ്യം മൂല്യമുള്ള സേവനം, സർവീസുകൾ കൊടുക്കുക. പണം അതിൻ്റെ ഉപോൽപ്പന്നമായി നിങ്ങളുടെ ലൈഫിലേക്ക്, ബിസിനസ്സിലേക്ക് വന്നു ചെയ്യും. നിങ്ങളുടെ ക്ലിനിക്കിലോ, നിങ്ങളുടെ പ്രാക്ടീസിലോ, നിങ്ങളുടെ സർവീസ് ബിസിനസ്സിലോ മാറ്റം വരണമെങ്കിൽ നിങ്ങളുടെ സേവനത്തിൻ്റെ, സർവീസിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക. ഇനി നമുക്കിത് പ്രായോഗികമായി എങ്ങനെ നടപ്പിലാക്കാമെന്നൊന്ന് നോക്കാം. അടുത്ത 30 ദിവസം നിങ്ങൾ ഈ പരീക്ഷണം നടത്താൻ തയ്യാറാണ്. ഒരു ഗോൾ കാർഡ് തയ്യാറാക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം ആ കാർഡിൽ എഴുതുക. അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വരുമാനമാകാം, അല്ലെങ്കിൽ ഒരു പുതിയ വീടാകാം, പുതിയ കാറാവാം. ആ കാർഡിൻ്റെ മറുവശത്ത് ഇങ്ങനെയൊരു വചനം കൂടി എഴുതി വെക്കുക: അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ദിവസവും രാവിലെ അത് കാണുക.
രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഈ ഒരു കാർഡ് നോക്കുക. ആ ലക്ഷ്യം നിങ്ങൾ നേടിക്കഴിഞ്ഞതായി സങ്കല്പിക്കുക. ഭയമോ സംശയമോ തോന്നുമ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. പോസിറ്റീവായിരിക്കുക എന്നതൊരു ശീലമാക്കുക. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തുമാകട്ടെ അത് മുമ്പത്തേക്കാൾ ഭംഗിയായി ചെയ്യുക, സന്തോഷത്തോടെ ചെയ്യുക. ഈ 30 ദിവസം നിങ്ങൾ പരാജയപ്പെട്ടാൽ, അതായത് വീണ്ടും നെഗറ്റീവ് ചിന്തകളിലേക്ക് പോയാൽ വിഷമിക്കേണ്ട. ഒന്നേന്ന് വീണ്ടും തുടങ്ങുക. പുതിയൊരു ശീലം രൂപപ്പെടാൻ സമയമെടുക്കും. എന്നാൽ ഒരിക്കൽ അത് രൂപപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. സുഹൃത്തുക്കളെ, ഈ ലോകത്ത് നമുക്ക് സൗജന്യമായി ലഭിച്ച കാര്യങ്ങളാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ സ്വപ്നങ്ങൾ. പണം കൊടുത്തു വാങ്ങാവുന്ന കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. എന്നാൽ ഉള്ളിലെ ഈ ഒരു ശക്തിക്ക് ഒരിക്കലും നാശമില്ല. JC കമ്മ്യൂണിറ്റിയിലൂടെ നാം ലക്ഷ്യമിടുന്നത് കേവലം പണമല്ല, മറിച്ച് ഒരു ഫ്രീഡം ബിസിനസ് ലൈഫ് സ്റ്റൈലാണ്. അത് തുടങ്ങുന്നത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നാണ്. ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, എന്നാൽ നേടാനൊരു പുതിയ ജീവിതമുണ്ട്. ഈ ഓഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും സഹപ്രവർത്തകരുമായിട്ടും പങ്കുവെക്കുക. നമ്മുടെ ഈ ഒരു മിഷനിൽ പങ്കാളികളാണ്. നന്ദി, നമസ്കാരം.